റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന ചാപ്റ്ററിൽ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള ദ ഏജ് ഓഫ് റെവല്യൂഷൻസ് 1830 to 1848 ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു യൂണിറ്റും പാർട്ടായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി ഇതിന് മുന്നുള്ള യൂണിറ്റ്സ് ഒക്കെ ഞാൻ പാർട്ടായിട്ട് ചെയ്തിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് പഠിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അടുത്ത് വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ബാക്കി ആ ഒരു പാർട്സ് ഒക്കെ കവർ ചെയ്യും. പിന്നെ ഇന്ന് കവർ ചെയ്യുന്ന ടോപ്പിക്കിന്റെ നോട്ട്സ്, ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് ഞാൻ PDF ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അത് നോക്കി പഠിക്കാവുന്നതാണ്. ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ നോട്ട്സും കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഈ കൺസർവേറ്റീവ്സ് അവരുടെ പവർ ഇങ്ങനെ ഓവർ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ലിബറലിസം, നാഷണലിസം പോലത്തെ ഐഡിയോളജീസ് അത് ദേ കെയിം ടു ബി ഇൻക്രീസിംഗ്ലി അസോസിയേറ്റഡ് വിത്ത് റെവല്യൂഷൻ ആയിട്ട് മാറാൻ തുടങ്ങി. ഈ ലിബറലിസം, നാഷണലിസം പോലത്തെ ഐഡിയോളജീസ് ഒക്കെ ഇറ്റാലിയൻ ആൻഡ് ജർമ്മൻ സ്റ്റേറ്റ്സിലും ഓട്ടോമൻ എംപയറിലും അതേപോലെ അയർലൻഡ്, പോളണ്ട് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ റെവല്യൂഷൻസ് വളരെ കോമൺ ആയി. ഇങ്ങനത്തെ റെവല്യൂഷൻസ് ഒക്കെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്സിൽ പെട്ട ഈ പ്രൊഫസേഴ്സ്, സ്കൂൾ ടീച്ചേഴ്സ്, ക്ലർക്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് കൊമേഴ്ഷ്യൽ മിഡിൽ ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു ഇങ്ങനത്തെ റെവല്യൂഷൻസ് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ യൂണിറ്റിനെ ഏജ് ഓഫ് റെവല്യൂഷൻസ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ലൈനിൽ നടന്ന ഇമ്പോർട്ടൻറ്റ് റെവല്യൂഷൻസ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പെട്ട ഫസ്റ്റ് ആയിട്ടുള്ള ആ ഒരു റെവല്യൂഷൻ ആണ് ഇതിൽ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് ജൂലൈ റെവല്യൂഷൻ, അല്ലെങ്കിൽ ജൂലൈ റെവല്യൂഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ സെക്കൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്നും പറയും. സെക്കൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന ഈ ഒരു റെവല്യൂഷനും കൂടിയാണ് ഈ ഒരു പാരഗ്രാഫിൽ തന്നിട്ടുള്ളത്. ഇത് ജൂലൈ 1830 ഫ്രാൻസിൽ നടന്നൊരു റെവല്യൂഷനാണ്. അത് നേരത്തെ നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പറഞ്ഞതാണ്. കൺസർവേറ്റീവ്സ് അവിടെ നെപ്പോളിയനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഒരു കൺസർവേറ്റീവ് റെജിംസ് സെറ്റപ്പ് ചെയ്തല്ലോ. എന്നിട്ട് അവിടെ ബൂർബൺ ഡൈനാസ്റ്റി റീസ്റ്റോർ ചെയ്തു ഫ്രാൻസിൽ. അപ്പോൾ ഈ നേരത്തെ റീസ്റ്റോർ ചെയ്തു എന്ന് പറഞ്ഞ ബൂർബൺ ഡൈനാസ്റ്റിനെ ഇവിടുത്തെ ആൾക്കാർ, ഈ ലിബറൽസ് എല്ലാവരും കൂടെ അതിനെ ഓവർത്രോ ചെയ്തിട്ട് അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഫോം ചെയ്തു. ആൻഡ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിന്റെ ഹെഡായിട്ട് അവിടെ ലൂയി ഫിലിപ്പ് എന്ന് പറയുന്ന ഒരാളെ അവിടെ സെറ്റ് ചെയ്യാണ്. ലൂയി ഫിലിപ്പിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിന്റെ ഹെഡായിട്ടും കൂടെ ചൂസ് ചെയ്തു. പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം. വെൻ ഫ്രാൻസ് സ്നീസസ് ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ് ക്യാച്ചസ് കോൾഡ്. ഓസ്ട്രിയൻ ചാൻസലർ ആൻഡ് ഈ ഒരു വിയന്ന കോൺഗ്രസിന്റെ ഹെഡ് ആയിട്ടുള്ള ഡ്യൂക്ക് മെറ്റേണിക്ക് ഒരിക്കൽ പറഞ്ഞതാണിത്. അയാൾ ഇങ്ങനെ പറയാനുള്ള കാരണം, ഫ്രാൻസിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ഓഫ് യൂറോപ്പിലും അതിന് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആയിട്ടാണ് ഈ ഒരു ജൂലൈ റെവല്യൂഷന് ശേഷമുണ്ടായ ബെൽജിയമിലെ ഒരു റെവല്യൂഷൻ. ബെൽജിയം യുണൈറ്റഡ് കിങ്ഡം ഓഫ് നെതർലാൻഡ്സിന്റെ ഭാഗമായിരുന്നു അത്രയും കാലങ്ങളോളം. ബെൽജിയം യുണൈറ്റഡ് കിങ്ഡം ഓഫ് നെതർലാൻഡ്സിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറുകയാണ്. അതിൽ നിന്നും അവർ സ്വയം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അവർ തന്നെ ഡിക്ലെയർ ചെയ്ത് അതിൽ നിന്നും ആ ഒരു യുണൈറ്റഡ് കിങ്ഡം ഓഫ് നെതർലാൻഡ്സിൽ നിന്നും അവർ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയി പോകുന്ന ഈ ഒരു റെവല്യൂഷൻ ഈ ഒരു സെക്കൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെങ്കിൽ ജൂലൈ റെവല്യൂഷന് ശേഷം ഉണ്ടായതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഡ്യൂക്ക് മെറ്റർണിക് ഇങ്ങനെ വെൻ ഫ്രാൻസ് സ്നീസസ് ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ് ക്യാച്ചസ് കോൾഡ് എന്ന് പറയാനുണ്ടായത്. അടുത്തതായി നമ്മൾ പറയുന്നത് 1821 ഗ്രീസിലുണ്ടായ ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഇത് അന്നത്തെ വളരെ വലിയൊരു സംഭവമായിരുന്നു, ദ ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഗ്രീസ് എന്ന് പറയുന്ന രാജ്യം മുസ്ലിം എംപയർ ആയിട്ടുള്ള ഓട്ടോമൻ എംപയറിന്റെ ഭാഗമായിരുന്നു സിൻസ് 15th century ഒക്കെ. അപ്പോൾ ഈ റെവല്യൂഷണറി നാഷണലിസം യൂറോപ്പിൽ പല ഭാഗങ്ങളിലും ഇങ്ങനെ വളർന്നു തുടങ്ങിയപ്പോൾ ഗ്രീസിലും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഗ്രീക്സ് ഈ ഇത്രയും കാലം ഓട്ടോമൻ എംപയറിന് അണ്ടറിലാണെങ്കിൽ പോലും അവർ ഈ ഒരു 1821 ഇനി ഇത് തുടർന്നു പോവാൻ പറ്റില്ല എന്നുള്ള നിലക്ക് അവിടെയും റെവല്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതാണ് ഈ ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഗ്രീസിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു റെവല്യൂഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് വെസ്റ്റേൺ യൂറോപ്പിൽ നിന്നും അതേപോലെ ഇംപ്രസൻഡ് ആയിട്ടുള്ള മറ്റ് ഗ്രീക്സിൽ നിന്നും ഒക്കെ ഇവർക്ക് ഈ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പോയറ്റ്സും ആർട്ടിസ്റ്റും ഒക്കെ ഗ്രീസിനെ ക്രാഡിൽ ഓഫ് യൂറോപ്യൻ സിവിലൈസേഷൻ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അവർ ഗ്രീസിന് വേണ്ടിയിട്ടുള്ള പബ്ലിക് ഒപ്പീനിയൻ മൊബിലൈസ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് പോയറ്റും അതേപോലെ വാർ സോൾജറുമായിട്ടുള്ള ഈ ഒരു ലോർഡ് ബൈറൺ, അദ്ദേഹം അയാൾ തന്നെ ഫണ്ടൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് ഹി വെന്റ് ടു ഫൈറ്റ് ഇൻ ദ വാർ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 1824 പനി വന്ന് അയാൾ മരിച്ചു പോവാണ് ഉണ്ടായത്. പിന്നെ ഫൈനലി ഗ്രീസ് ഇൻഡിപെൻഡൻ്റ് ആവുന്നതും അതേപോലെ ഈ ഒരു വാർ എൻഡ് ചെയ്യുന്നതും ദ ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് 1832 അതോടുകൂടിയാണ്. ഈ ഒരു ട്രീറ്റിയോടുകൂടി ഗ്രീസ് ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് നല്ല പക്ക ക്ലിയർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇന്ന് കവർ ചെയ്ത ടോപ്പിക്കിൻ്റെ
നോട്ട്സ് ഞാൻ PDF ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് പഠിക്കുക. പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ റൊമാൻറ്റിക് ഇമാജിനേഷൻ ആൻഡ് നാഷണൽ ഫീലിംഗ് എന്നിട്ടുള്ള ആ ഒരു ടോപ്പിക് ഞാൻ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യും.